ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അലേഖ്യ. എനിക്ക് 26 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. എൻ്റെ ഹസ്ബൻഡ് ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. സാമ്പത്തികമായി ഉയർന്ന ചുറ്റുപാടുള്ള കുടുംബങ്ങളാണ് രണ്ടും. ഭർത്താവിൻ്റെ വീട്ടിലോ എൻ്റെ വീട്ടിലോ എനിക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നു. പക്ഷേ പ്രശ്നത്തിന് തുടക്കമെല്ലാം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ മുതലാണ് ഉണ്ടായത്. അവൾ എൻ്റെ കൂടെ +2 പഠിച്ചതാണ്. അത് കഴിഞ്ഞ ശേഷം അവർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വീടൊക്കെ വിറ്റ് വേറെ എവിടേക്ക് പോയി. അത് കഴിഞ്ഞ ശേഷം ആ കോണ്ടാക്റ്റ് നഷ്ടമായി. പക്ഷേ ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ടായിരുന്നു. കാര്യമില്ല മാഡം, ഞാൻ +1 കയറി കഴിഞ്ഞപ്പോൾ തൊട്ടേ ഇവൾ എൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റിയാണ് ഇരിക്കുക. ഞങ്ങളെ 2 പേരെയും കണ്ടാൽ ഏകദേശം ഒരു സാമ്യമുള്ള രൂപമാണ്. 2 പേരും വെളുത്ത് ഒരേപോലെ മുടിയൊക്കെ നീളത്തിലുള്ള കുട്ടികളാണ്. നിങ്ങൾ ഇരട്ടകളാണെന്ന് ചോദിച്ചിട്ട് കൂട്ടുകാർ പോലും കളിയാക്കിയിട്ടുണ്ട്. പിന്നെ പല ചെക്കന്മാരും ലൈൻ അടിക്കാൻ വരുമ്പോൾ ഞങ്ങളെ 2 പേരെ ഒന്നിച്ച് ലൈൻ അടിച്ച സംഭവം പോലുമുണ്ട്. അവൾക്കാണെങ്കിൽ എന്നേക്കാൾ എല്ലാ കാര്യത്തിലും അറിവാണ്. എൻ്റെ വീട്ടിൽ കുറച്ച് പൊത്തിയാണ് എന്നെ വളർത്തിയത്. പക്ഷേ അവളുടെ വീട്ടിൽ നല്ല സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം. അവൾ എന്നോട് പറയാറുണ്ട്, അവളുടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് മൊബൈലിട്ട് കാണാറുണ്ട്. അത് ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോകും. ആ സമയത്ത് അച്ഛൻ്റെ മൊബൈൽ എടുത്ത് അവൾ ഇതൊക്കെ നോക്കി കാണാറുണ്ട് എന്ന് പറയും. എനിക്കത് കേൾക്കുമ്പോൾ പേടിയാണ്. അവൾ എന്നെ കളിയാക്കി ചിരിക്കും. എടി, ഇത്രയും സൗകര്യമുള്ള വീട്ടിലുണ്ടായിട്ടും നിനക്ക് ഇതൊന്നും കാണാനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ മൊബൈൽ രഹസ്യമായിട്ട് കൊണ്ടുവരുന്ന ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട്. ഒരു ദിവസം അവൾ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ചു വരുമ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഒരു പെൺകുട്ടിയുടെ മൊബൈൽ വാങ്ങിച്ചിട്ട് അവൾ ഇത്തരം സൈറ്റുകളൊക്കെ സെർച്ച് ചെയ്ത് എന്നെ ചില വീഡിയോകൾ വഴിയിൽ വെച്ച് കാണിച്ചു. ഞാൻ പേടിച്ചു പോയി. എടി, ഇങ്ങനെയൊക്കെയാണോ കല്യാണം കഴിയുമ്പോൾ? അപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണോ എന്നറിയില്ല, വരുന്ന ഭർത്താവിനെ പോലെ ഇരിക്കും. ചിലപ്പോൾ നല്ല കഴിവുള്ളവനാണെങ്കിൽ ഇതേപോലെയൊക്കെ ആയിരിക്കും. പക്ഷെ കൂടുതലും മണക്കൂസുകളായിരിക്കും. അവർക്ക് ഇത്രയൊന്നും ഐറ്റം എടുത്ത് പ്രയോഗിക്കാനുള്ള കഴിവില്ല. പിന്നെ ഇതൊന്നും കണ്ട് നീ വിശ്വസിക്കരുത്. കാര്യം ഇവിടെയുള്ളവർക്ക് എല്ലാം ശുഷ്കമായിരിക്കും. ഇതെന്ന് പറയുമ്പോഴേക്കും നല്ല സുന്ദരന്മാരെ വായിച്ച ആൾക്കാരല്ലേടി, അവരെ പോലെ എന്തായാലും ഇന്ത്യക്കാർ വരില്ല, കേരളക്കാർ അങ്ങനെ വരികയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മൊബൈൽ തന്ന പെൺകുട്ടി വെറുതെ തർക്കിച്ചു. എടി, അങ്ങനൊന്നുമല്ല, നീ വീഡിയോസ് കണ്ടിട്ടില്ലേ? കേരളത്തിലുള്ള എത്രയോ വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ അറിയാമല്ലോ. ഇവിടെയുള്ളവർക്കും ഇതേപോലെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇവളുമാരുടെ 2 പേരുടെ സംസാരം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എത്ര അറിവാണ് എടി! നീയൊക്കെ എത്രാം ക്ലാസ് മുതലാണ് ഇത് കാണാൻ തുടങ്ങിയത്? അത് പിന്നെ 7ാം ക്ലാസ് മുതൽ ഞങ്ങൾ കാണാൻ തുടങ്ങിയതാ എന്ന് അവളുമാർ പറഞ്ഞു. അവരവിടെ നേരത്തെ ഒന്നിച്ച് പഠിച്ചവരാണ്. എന്തൊക്കെ ഈ ലോകത്ത് നടക്കുന്നത്, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? എനിക്കാണെങ്കിൽ വല്ലാത്ത സംഭ്രമമായിരുന്നു. എങ്കിലും കാര്യങ്ങളൊക്കെ നന്നായി എനിക്ക് ഇഷ്ടപ്പെട്ടു. അവളോട് പിന്നെ ഞാൻ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എടി, ആ പെണ്ണുങ്ങൾ എന്തിനടി കിടന്ന് നിലവിളിക്കുന്നത്? ഇതിലെന്തെങ്കിലും പ്രശ്നമുള്ളതാണോന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എടി, അതൊക്കെ ആനന്ദ ശബ്ദങ്ങളാ. നീ ഇങ്ങനെ വെറുതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നല്ലതാണ്. പിന്നെ പുരുഷന്മാരെക്കാൾ കൂടുതൽ രസം സ്ത്രീകൾക്കാടി. അതുകൊണ്ട് നീ പേടിക്കേ വേണ്ട. വിവാഹം കഴിഞ്ഞ് ഞാൻ പിന്നെ ജിങ്കാലാല എന്നുള്ള രീതിയിലാണ് അവൾ എന്നോട് പറഞ്ഞത്. എന്നാലും എനിക്ക് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ പേടിയായിരുന്നു. അവൾ പറഞ്ഞത് അവളുടെ ഒരു മാമൻ്റെ മോനുണ്ട്. അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അടുത്ത് വരുമെന്നോ അവർ തമ്മിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാറുണ്ടെന്നൊക്കെ. അതൊക്കെ കേട്ടപ്പോഴേക്കും എൻ്റെ ദേഹം വിറച്ചു. എൻ്റെ വീട്ടിലങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അങ്ങനെ അവളുമായുള്ള കൂട്ടുകെട്ട് രഹസ്യമാക്കി മനസ്സിൽ സൂക്ഷിച്ചു. അവളോട് എനിക്ക് ചെറിയൊരു അസൂയുണ്ടായിരുന്നു. എന്നെക്കാൾ എത്ര സ്മാർട്ടാണ് അവൾ ഈ കാര്യത്തിലൊക്കെ. അതെല്ലാം നോക്കുമ്പോൾ അവളുടെ അത്ര സൗന്ദര്യമൊക്കെ എനിക്കുണ്ട്, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ അവളുടെ സ്വാതന്ത്ര്യവും മറ്റും എന്നെ അസൂയപ്പെടുത്തിയിരുന്നു. എന്തായാലും അതൊക്കെ ഒന്ന് കട്ടായി പോയല്ലോ. അവളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. എൻ്റെ കല്യാണം വന്നപ്പോഴും ആദ്യം ഓർത്ത് അവളെയാണ്. കാരണം പിന്നീട് പല സ്ഥലത്തും പഠിച്ചെങ്കിലും എനിക്ക് അത്രയും നല്ലൊരു കൂട്ടുകാരെ കിട്ടിയിട്ടില്ല. ഈ ഒരു വിഷയത്തിലാണേ അവളോട് എന്ത് സംശയം ചോദിച്ചാലും അവൾക്ക് ഉത്തരമുണ്ടാകും. അത്രയും അറിവുള്ളതും തുറന്നു സംസാരിക്കുന്നതുമായ ഒരു പെൺസുഹൃത്ത് എനിക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വിവാഹ സമയത്ത് ഞാൻ അവളെ ഒന്ന് ഓർത്തത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മാഡം. എൻ്റെ കല്യാണം കഴിഞ്ഞു. ഭർത്താവ് എൻ്റെ വീട്ടുകാർ തിരഞ്ഞെടുത്തവനാണ്. ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. എനിക്ക് കൂടുതൽ മോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൾ പറഞ്ഞ പല രീതികളും എന്നിലേക്ക് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിൽ വല്ലാത്ത രസമുണ്ടെന്നും അവൾ പറഞ്ഞു. ആ രസങ്ങൾക്ക് വേണ്ടി ഞാൻ കാതോർത്തിരിക്കുകയായിരുന്നു. ആദ്യത്തെ രാത്രി ശരിക്കും അദ്ദേഹം ക്ഷീണമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. 2ാമത്തെ ദിവസം മുതൽ
കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ പുള്ളിക്കാരന് പുള്ളിയുടെ ആവശ്യങ്ങൾ മാത്രമാണ്. അതും 10 മിനിറ്റ് കൊണ്ട് കഴിയും. അതിനിടയ്ക്ക് വെള്ളം ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ തിളയ്ക്കണ്ടേ? ചുമ്മാ ചൂട് പിടിച്ച് വരുമ്പോഴേക്കും തല്ലിക്കെടുത്തുന്ന ഒരനുഭവം അവൾ പറഞ്ഞ അല്ലെങ്കിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരൈറ്റംസും ഇവിടെ ഇല്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു. എൻ്റെ ഭർത്താവിനോട് ഇതേപ്പറ്റി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് പേടിച്ച് ഞാൻ 6 മാസത്തോളം പറയാതിരുന്നു മാഡം. ഒരു ദിവസം ഞാൻ പുള്ളിക്കാരനടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും കൈ തട്ടി മാറ്റി. ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞു. പുള്ളി ചോദിച്ചു, എന്താ ശരിയാവാത്തെന്നും? നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നടന്നാൽ മതിയോ? എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും എങ്ങും എത്തിയില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുള്ളിക്കാരൻ ചൂടായി. നീ തുറന്ന് പറഞ്ഞല്ലേ അറിയുകയുള്ളൂ, എന്താ നിനക്ക് വേണ്ടത്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതൊന്നും അറിയില്ലെന്ന്. അറിയാത്ത കാര്യമാണെങ്കിൽ പിന്നെ ഞാനെന്ത് കാട്ടാനാണെന്ന് പുള്ളി പറയുകയാണ്. അത് കിട്ടി ഞാൻ ഞെട്ടിപ്പോയി. ആണുങ്ങൾക്കറിയില്ലേ സ്ത്രീകളെ എങ്ങനെ കൈകാര്യം ചെയ്യണത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറയണേ, എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടില്ല. നിനക്ക് ചിലപ്പോൾ കാണുമായിരിക്കാം. കുറേയധികം ആണുങ്ങളുമായിട്ട് നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നീ അങ്ങ് പറ, അവന്മാരെ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയെന്ന്. എനിക്ക് നല്ല ദേഷ്യം വന്നു. വായിൽ തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു. ഇയാളുടെ കൂടെ ഇനി ജീവിക്കില്ല, ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. പുള്ളി ഇപ്പോൾ പറഞ്ഞു, അത് നന്നായി. കാര്യം അവിടെ പഠിപ്പിച്ചു തന്ന ആൾക്കാരൊക്കെ കാണുമല്ലോ, ഒന്നിലധികം ആൾക്കാരെ കാണും, അവരുടെ അടുത്തേക്ക് തിരിച്ചെല്ലുന്നത് നല്ലത്. അപ്പോൾ നിനക്ക് നന്നായി സന്തോഷിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല, സത്യമായിട്ടും എൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നീ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സുന്ദരിമാർ ക്യൂ നിൽക്കും എൻ്റെ പുറകെ എന്നെ കല്യാണം കഴിക്കാനെന്നും. ഞാൻ പറഞ്ഞു, ഈ തളിരി വെണ്ടയ്ക്ക കണ്ടുകൊണ്ട് ആര് വരാനാ? ഒരു പെണ്ണും വരില്ല. വന്നാലും 3-ാം പക്കം അവൾ ഓടിപ്പോകും. പിന്നെ നന്നായി പണി അറിയാത്തവൻ വീട് നിർമ്മിച്ചിട്ട് ഒരു കാര്യമില്ല. നിർമ്മിച്ചാലും അത് 2-ാം ദിവസം വെള്ളത്തിൽ പോകും എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന് വല്ലാത്ത അപമാനമായി. എന്നോട് ചോദിച്ചു, അപ്പോൾ നീ പറയുന്നത് നിൻ്റെ പഴയ കാമുകന്മാർക്കൊന്നും ഇല്ലാത്ത രീതിയിൽ എനിക്ക് ചുരുക്കമായ സംഗതികളാണെന്നാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ വിശ്വസിച്ചോളൂ, എൻ്റെ കാമുകന്മാരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തായാലും ഇതിലും മികച്ചതായിരുന്നു എന്ന് മാത്രം നിങ്ങൾ അറിയുക എന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു മാഡം. അത് പിന്നീട് പ്രശ്നമായി. വീട്ടുകാരെല്ലാം കൂടി ഇടപെട്ട് ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും എല്ലാവരും കൂടി ഒത്തുതീർപ്പുണ്ടാക്കി. ഭർത്താവും ഞാൻ പെട്ടെന്ന് പോരുമെന്ന് വിചാരിച്ചതല്ല. അവസാനം വന്ന് എന്നോട് മാപ്പ് പറഞ്ഞു. ഇനി ഒന്നും പറയില്ല, എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്നോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാല് പിടിച്ചപ്പോഴാണ് ഞാൻ തിരിച്ചു പോയത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ സുന്ദരികളൊന്നും കിട്ടിയില്ലെന്ന്. പുള്ളി ഒന്നും മിണ്ടിയില്ല. പിന്നീട് എന്നോട് ചോദിക്കും, നിനക്ക് എന്താ വേണ്ടത്, എങ്ങനെയാണ്, എത്ര സമയമാണ് എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, ഉള്ളതുപോലെ എന്തെങ്കിലും ഒന്നാകട്ടെ, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഒന്ന് വട്ടമൊപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതി ഞാനും വൈവാഹിക ജീവിതം അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ അതിനൊന്നും ശരിയായ സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം കുറച്ച് നല്ല രീതിയിലൊക്കെ പണ്ടത്തേനേക്കാൾ അധ്വാനിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ അദ്ദേഹത്തെ കളയാക്കിയില്ലേ, പിഞ്ചു വേണ്ടയ്ക്കാന്ന് പറഞ്ഞത്. അത് കറക്റ്റായിരുന്നു എന്ന് പിന്നീട് ധാരാളം വീഡിയോകൾ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പോഴാണ് വിവാഹശേഷമാണ് മാഡം ഇത്തരം വീഡിയോകളൊക്കെ ഞാൻ കൂടുതലും കാണുന്നത്. അതിനു മുമ്പ് മൊബൈലിൽ കൈ കിട്ടിയിട്ടും ഞാൻ അതിനെക്കുറിച്ച് നോക്കിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാഡം വിശ്വസിക്കില്ല. പക്ഷേ എൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. എന്തായാലും പിന്നീട് എനിക്ക് തോന്നി തുടങ്ങി, ഒരിക്കലും ഇയാളിൽ നിന്ന് എനിക്ക് നല്ല രീതിയിൽ ഒന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ പറ്റൂ എന്നുള്ളതുകൊണ്ട് കണ്ണുമടച്ച് ആ ദാമ്പത്യ ജീവിതം ഞാൻ പിന്തുടർന്നു. കുട്ടികളോ ഉണ്ടായില്ല. ആർക്കെങ്കിലും തകരാറുണ്ടോ എന്ന് അറിയുകയില്ല. പലരും ചോദിക്കെങ്കിലും അതൊന്നും ഞങ്ങളുടെ വിഷയമായിരുന്നില്ല. എന്തായാലും തട്ടിയും മുട്ടിയിരിക്കുന്നതിനിടയ്ക്കാണ് ഒരു ദിവസം എന്നെയും കൊണ്ട് പുള്ളിക്കാരൻ ഒരു സിനിമയ്ക്ക് പോയത്. ഇത്തിരി കഴിഞ്ഞപ്പോൾ 2 ദമ്പതികൾ ഇരുട്ടിലൂടെ വന്നിരുന്നു. അപ്പോൾ സ്ത്രീ എൻ്റെ അടുത്താണ് ഇരുന്നത്, ഭർത്താവ് പോയി അപ്പുറത്തേക്കും ഇരുന്നു. പക്ഷേ ആ സ്ത്രീയുടെ ഭർത്താവ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു സൗരഭം അനുഭവപ്പെട്ടു. ഒരാൺഗന്ധം. അതുമാത്രമല്ല, അയാൾക്ക് നല്ല നീളവും ദേഹത്തിന് വടിവുമുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തോ ആ ഒരു സ്ക്രീനിൻ്റെ വെട്ടത്തിൽ എനിക്ക് വെളിവായതുപോലെ തോന്നി. ആണത്തത്തിൻ്റെ ലക്ഷണങ്ങൾ ഞാനവിടെ കണ്ടു. ഇദ്ദേഹം ഒരു ഭീമാകാരനാണോ എന്ന് എൻ്റെ മനസ്സിൽ ഒന്ന് മിന്നി മാഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷമാണ് എനിക്കിത്തരം ചിന്തകളൊക്കെ വന്നു തുടങ്ങിയത്. ആ സ്ത്രീ എന്ത് ഭാഗ്യവതിയാണെന്നൊക്കെ ഞാൻ വെറുതെ ഓർത്തു. ഇതെല്ലാം 1-2 സെക്കൻഡിൻ്റെ ചിന്ത മാത്രമാണ്. എന്തായാലും പടം കാണാൻ വന്നതല്ലേ, പടം കാണാം. ഞാൻ സ്ക്രീനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നീട് ഇൻ്റർവെൽ കഴിഞ്ഞപ്പോഴാണ് ലൈറ്റൊക്കെ തെളിഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് അയാളെ കാണാൻ നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു. എത്രയ്ക്ക് സുന്ദരനായിരിക്കും അയാളെന്ന് ഒന്ന് അസസ് ചെയ്യണ്ടേ. ഞാൻ
പെട്ടെന്ന് തെളിഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയി. മാഡം, ഞാൻ പ്രതീക്ഷയേക്കാളൊക്കെ ഒത്തിരി സൗന്ദര്യം കൂടുതലുള്ളൊരു വ്യക്തിയാണ്. കണ്ടാൽ ആരും കൊതിച്ചു പോകും. അത്രയും നല്ല ഫീച്ചേഴ്സുള്ള ഒരാണ്. കൊള്ളാം, സൂപ്പർ. എൻ്റെ ഭർത്താവിയാളുടെ 10% വരുമോ, അല്ലെങ്കിൽ രോമത്തിൻ്റെ വിലയുണ്ടോ ഒന്നുമില്ലെന്ന് തോന്നിപ്പോയി. എങ്കിലും ഇത്രയും സുന്ദരനായ അയാളുടെ ഭാര്യ എൻ്റെ തൊട്ടടുത്ത് ചേർന്നിരിക്കുകയാണ്. അവരെന്തൊക്കെയോ ഗുണഗുണ അങ്ങോട്ട് തിരിഞ്ഞ് അയാളോട് സംസാരിക്കുന്നുമുണ്ട്. ആ സുന്ദരിയായിരിക്കും അവളും എന്ന് വിചാരിച്ച് ഞാൻ അവരെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴേക്കും ഈ ശബ്ദമൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, എന്തൊരു പരിചയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവർ തിരിയുന്നത് നോക്കിയിരുന്നു. തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സംശയം, ഗീതു അല്ലേ ഇത്? അവൾ ഞാൻ ഇത്രയും കാലം തിരിഞ്ഞു നടന്നവൾ. ഞാൻ പെട്ടെന്ന് അവരെ തൊട്ടുണ്ടി വെച്ചു, ഗീതു അല്ലേ എന്ന്. അവരപ്പോഴാണ് എൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. എടീ നീയല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുകൂടെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മാഡം, എത്ര കാലമായിട്ട് കാണുകയാണ്. എടീ നീ എവിടെ പോയിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഭർത്താക്കന്മാർ രണ്ടുപേരും ഈ പ്രകടനം കണ്ട് വല്ലാതെ അമ്പരന്ന് പോയി. തിയേറ്ററിൽ വെച്ച് 2 പെണ്ണുങ്ങൾ കാണുന്നു, എടീന്ന് വിളിക്കുന്നു, പൊട്ടിക്കരയുന്നു. എന്താന്ന് എൻ്റെ ഭർത്താവ് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ചേട്ടാ, എൻ്റെ ക്ലോസ് ഫ്രണ്ട് +2 പഠിച്ചേ. അപ്പോഴേക്കും മറ്റേ സൈഡിൽ നിന്നും ഒരു കമൻറ്റ് വന്നു, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? നിങ്ങൾ ക്ലോസ് ആയ ഫ്രണ്ട്സ് ഒന്നും അല്ലല്ലോ എന്ന്. അവളുടെ ഭർത്താവിൻ്റെ ആ ഒരു വിറ്റ് കേട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചിരിച്ചു. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ട് സൗഹൃദം ആരംഭിക്കുകയായിരുന്നു. അവളാണെങ്കിൽ അങ്ങ് കണ്ണൂർ മറ്റു പോയിരിക്കുകയായിരുന്നു. പിന്നീട് അവിടെ സെറ്റിലായി. പിന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. എനിക്കും അത്ഭുതമായി. ഞാനും വീട് വിട്ട് ഭർത്താവിൻ്റെ ദേശത്തേക്ക് വന്നതല്ലേ. അങ്ങനെ അവൾ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ അവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ളൊരു ഹൗസിംഗ് കോളനിലാണ് അവൾ താമസിക്കുന്നത്. ഭർത്താവിനും എൻ്റെ ഭർത്താവിനെ പോലെ നല്ലൊരു കമ്പനിയിലാണ് ജോലി. അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയാനൊരു അവസരമായി. ഞാനാണെങ്കിൽ വീട്ടിൽ ബോറടിക്കുമ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരും. ആദ്യത്തെ വരവിൽ ഞങ്ങൾ 2 പേരും പൊതുവായ കാര്യങ്ങളാണ് സംസാരിച്ചത്. രണ്ടാമത് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴില്ലേ മാഡം, അവൾ എന്നോട് ചോദിച്ചു, എടി എന്നേക്കാൾ പൊടി സൗന്ദര്യം പണ്ട് നിനക്ക് കൂടുതലാണെന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെടുമല്ലോ. ഞാൻ ചോദിച്ചു, എന്താടി ഇപ്പം എൻ്റെ സൗന്ദര്യം കുറഞ്ഞോ? ഇല്ല, ഇപ്പോഴും നിനക്ക് സൗന്ദര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിനക്ക് കിട്ടിയ ഭർത്താവ് നിൻ്റെ സൗന്ദര്യത്തിന് ചേർന്ന് നിൽക്കുന്ന ആളാണെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഒരു മണക്കൂസാണോന്നും എനിക്ക് തോന്നുന്നു. ഞാൻ കിട്ട് ഞെട്ടിപ്പോയി. എന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അങ്ങേർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ മൂക്കിൽ പിടിച്ചോണ്ട് പറഞ്ഞു, എടി സത്യം പറ, അയാൾക്ക് എന്തോ ഒരു കുഴപ്പമില്ലേ? അതെന്താടി അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറയുകയാണ്, അങ്ങേരുടെ മൂക്ക് കണ്ടലറിയാം ശുഷ്കമാണെന്ന്. ഒന്ന് പോടി, മൂക്കിൽ ഇതിലെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പിന്നെയും പറഞ്ഞു, എനിക്ക് ഉറപ്പാണ് പരാജയപ്പെടുന്നൊരു മനുഷ്യനാണ് അയാൾ. നീ നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ കൊണ്ട് പോവുകയാണ്. അയാൾക്ക് നിന്നെ ഒരിക്കലും എങ്ങും എത്തിക്കാനാവില്ല. എൻ്റെത് സത്യമായൊരു പ്രവചനമാണ്. അല്ലെന്ന് നീ നിഷേധിച്ചു കഴിഞ്ഞാൽ നീ ഒരു കള്ളിയാണെന്ന് പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കിയത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ നിരാശപ്പെട്ടു പോയി. ഇതുവരെ സംഭവിച്ച കാര്യങ്ങളും ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഞാൻ അവളോട് അന്ന് തുറന്നു പറഞ്ഞു. അവൾ പറഞ്ഞു, വല്ലാത്ത കഷ്ടമുണ്ടെന്ന് കേൾക്കാൻ. നിനക്കിങ്ങനെ പറ്റുമെന്ന് ഞാൻ കരുതിയല്ല. നല്ലൊരു പുരുഷനായിരിക്കും നിനക്ക് വരുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിപ്പോൾ എന്നവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നാണക്കേട് തോന്നി. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ആ സാരമില്ലടി, അഡ്ജസ്റ്റ് ചെയ്യേ, ബാക്കി എല്ലാ സാഹചര്യങ്ങളും നല്ലതല്ലേ എന്ന് അവൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞാണെന്ന്. എങ്കിൽ പിന്നെ പൊരുത്തപ്പെട്ടു പോകൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിൻ്റെ ഇഷ്ടം പോലെ നീ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകണം. അതിപ്പോൾ ഭർത്താവ് അറിയണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? എടി, ഭർത്താവിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ കണ്ടം വരെ ചാടണം. നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, പിന്നെ ഞാൻ വേറെ എങ്ങനെ പറയണം? എടി, നിനക്ക് എന്തെല്ലാം വേറെ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നീ ചുറ്റുപാടൊന്ന് നോക്കുക. എത്ര നല്ല സുന്ദരമായ ആണുങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യുക. അതിപ്പം ഗ്യാസ് കൊണ്ടുവരുന്നതാണെങ്കിലും കുഴപ്പമില്ല, വീട്ടിലെ ഡ്രൈവറാണെങ്കിലും കുഴപ്പമില്ല, പലരെ കടക്കാനാണെങ്കിലും കുഴപ്പമില്ല, സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ് ബോയ് ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് പറ്റുന്ന ആൾക്കാരെ നമ്മൾ കണ്ടെത്തണം. അതിൽ വിവേചനം പാടില്ല എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു. ഞാൻ പറഞ്ഞു, അതൊന്നും എന്നെക്കൊണ്ട് നടക്കാൻ തോന്നില്ലെന്ന്. എങ്കിൽ നീ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞു അവൾ എന്നെ കളിയാക്കി. എന്നിട്ട് പിന്നെ പറഞ്ഞു, എടി, ഭർത്താവിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ സ്നേഹത്തോടുകൂടി
തുറന്ന് ചർച്ച ചെയ്യണം. പലവിധ ട്രിക്കുകളും ഭർത്താവിന് പറഞ്ഞു കൊടുക്കണം. എനിക്ക് ഇതാണിഷ്ടം, ഈ കാര്യമായി കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ആകും എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ ഇഷ്ടങ്ങൾ അങ്ങ് വിവരിച്ചു കൊടുക്കുക. രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഒത്തിരി വീഡിയോകൾ കാണുക. അത് കാണുമ്പോൾ അയാൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലെന്ന്. എൻ്റെ പൊട്ടി, നീ പണ്ടത്തേക്കാൾ ഒട്ടും നന്നായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ പിന്നെയും എന്നെ ഉപദേശിച്ചു. ഇതൊക്കെ പരീക്ഷിച്ച് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഭർത്താവിനോട് പതുക്കെ പതുക്കെ പറയാം, അദ്ദേഹം വേറെ ടൈപ്പാണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു കണ്ടാ അറിയാം വേറെ ടൈപ്പാണെന്നും. എൻ്റെ ഭർത്താവിനെ പറ്റി നിനക്ക് എന്താടി അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ ഭർത്താവ് സൂപ്പർ സുന്ദരൻ, എല്ലാം തികഞ്ഞവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു എല്ലാം തികഞ്ഞു തന്നെയാണ് മോളെ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. സ്വപ്നം കണ്ടതിനേക്കാൾ ഒക്കെ ഒരു പടി മേലെയാണ് മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവിന് ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട് മോളെ, കണ്ടു കഴിഞ്ഞാൽ താങ്ങിലടി എന്നൊക്കെ അവൾ ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു പോടി പുളു, നീ വെറുതെ എൻ്റെ വെണ്ടയ്ക്കാക്കുട്ടനെ അപമാനിക്കാൻ വേണ്ടി പറയില്ലെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു നിൻ്റെ വെണ്ടയ്ക്കാക്കുട്ടനെ അപമാനിക്കാൻ വേണ്ടല്ല ഞാൻ പറഞ്ഞത്, നീ ഇങ്ങോട്ട് നോക്ക് മോളെ, ഉരുക്ക് പാറയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ മൊബൈൽ എടുത്ത് എനിക്ക് ചില ദൃശ്യങ്ങൾ കാണിച്ചു തന്നു. എടി ഇതെന്തിനാ ഷൂട്ട് ചെയ്തേ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു മുഖമില്ലല്ലോടി, മുഖമില്ലാതെ ഇത് ഞങ്ങൾ പല സ്ഥലത്തും പോസ്റ്റ് ചെയ്യാറുണ്ട്. അതെന്തിനാ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്? എടി ധാരാളം അന്തർദാഹമുള്ള ആളുകൾ കാത്തിരിപ്പുണ്ട്. അതുവഴി ചിലപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഫ്രണ്ട്സിനെ കിട്ടും. അതുമാത്രമല്ല വരുമാനം വേണമെങ്കിലും വീഡിയോ വിറ്റ് ഉണ്ടാക്കാം. അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഭർത്താവ് സുന്ദരനായതുകൊണ്ടും അങ്ങേർക്ക് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടും ഞാനും സൗന്ദര്യവതി ആയതുകൊണ്ടും നല്ല രീതിയിലുള്ള മാർക്കറ്റിങ്ങും ആ രീതിയിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. എനിക്ക് ജോലിയില്ലാതെ വീട്ടിലിരിക്കല്ലേ, പക്ഷേ ഒരു ജോലി ചെയ്യുന്ന വരുമാനം ഇതേപോലുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കിട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു മാഡം. എന്തായാലും മുഖമുള്ള ഫോട്ടോ ഒന്നും എടുക്കുന്നില്ലടി, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നില്ല, അതുകൊണ്ട് പ്രശ്നമില്ല എന്നവൾ പറഞ്ഞു. ഇതൊക്കെ എനിക്കൊരു പുതിയ അറിവായിരുന്നു. വിദേശങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെയും അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏതെല്ലാം തരം മനുഷ്യരാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നോട് പറഞ്ഞു ഒരു സോഷ്യൽ മീഡിയയിൽ അവർ മിക്കവാറും എല്ലാ ദിവസവും ഇത്തരം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ പ്രൊഫൈൽ വ്യാജ പ്രൊഫൈലാണേ, അതെന്നോട് ഫോളോ ചെയ്യാനും പറഞ്ഞു. ഞാൻ എന്നെ ഫോളോ ചെയ്തു. അപ്പോൾ അവർ ആഴ്ചയിലിടുന്ന വീഡിയോ ഒക്കെ ഞാനും കാണും മാഡം. അവിടെ ചോദിക്കും എടി ഇന്നലത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു, ഇന്നലെ എൻ്റെ അലർച്ച എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടി എന്തെല്ലാം കമൻറ്റുകളാണ് താഴെ വരുന്നത്, എത്രയധികം ആൾക്കാരാണ് നിങ്ങൾക്ക് സപ്പോർട്ടെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു കണ്ടോ ഇങ്ങനെയൊക്കെയാണ് ജീവിതമെന്നും. സത്യം പറഞ്ഞാൽ മാഡം ആദ്യത്തെ വീഡിയോയുടെ കൂടി ഞാൻ അയാളുടെ ഫാനായി മാറി. അവൾ പറഞ്ഞത് ഉരുക്കാണെന്നാണ്. ഉരുക്കൊന്നുമല്ല മാഡം, എന്താ പറഞ്ഞതെന്നറിയില്ല. ബുർജ് ഖലീഫയോ ഈഫൽ ഗോപുരമോ ഒന്നും എനിക്കറിയില്ല, വിസ്തീർണമോ ചുറ്റളവോ ഒന്നും എനിക്ക് വർണ്ണിക്കാനാവുന്നില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ആ സ്വപ്നങ്ങൾ നിറഞ്ഞു. എനിക്കിരിക്കപ്പുറത്തില്ലാതായി, അവളോടും അസൂയായി. അവൾ എന്ത് ഭാഗ്യവതിയാണ്. ചുരുക്കം പറഞ്ഞാൽ ഭർത്താവ് ചില സമയത്ത് പാതി വഴിക്കാക്കി പോകുമ്പോൾ ഞാൻ ആ വീഡിയോ ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് കാണും. ഭർത്താവ് പൂട്ട ഉറക്കത്തിലായിരിക്കും. അത് കഴിയുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഫാനിട്ട് ഞാൻ കറക്കുന്നത്. അങ്ങനെയായിരിക്കാം എനിക്ക് സങ്കല്പ ലോകത്തെങ്കിലും ഒരു സംതൃപ്തി കിട്ടുന്നത്. മോഹം കൊണ്ട് ഞാൻ വിവശയായിപ്പോയി. അയാൾ ഒരിക്കലെങ്കിലും എൻ്റെ അന്തഃപുരത്തിലേക്ക് വരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലണം. അവളുടെ മനസ്സറിയാൻ വേണ്ടി ഞാൻ വെറുതെ ചോദിച്ചു നിൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ മറ്റു പെണ്ണുങ്ങൾ അയാളുടെ പുറകെ കൂടില്ലേ, പ്രശ്നമല്ലേ, അദ്ദേഹത്തിന് ചുറ്റിക്കളി വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ഏയ് ഞാനല്ലാതെ പുള്ളിക്ക് വേറെ ആരെയും ഇഷ്ടമല്ല, ഞാനങ്ങ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടല്ലേ പുള്ളി എൻ്റെ കൂടെ നിൽക്കുന്നത്. നിനക്കറിയാമല്ലോ പണ്ടേ ഈ വിഷയത്തിലൊക്കെ എനിക്ക് താല്പര്യമാണെന്ന്. നിനക്ക് വേറെ എന്തെങ്കിലും ചുറ്റിക്കളുണ്ടോ? ഇല്ലില്ല, എൻ്റെ ഹസ്ബൻഡിനേക്കാൾ സുന്ദരനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ നോക്കാം എന്നൊക്കെ പറയുകയാണ് മാഡം. ഇതിത്തിരി ഓവറാണെന്ന് എനിക്ക് തോന്നി. ആ നിമിഷത്തിലാണ് ഇവളറിയാതെ അയാളുമായിട്ടൊരു കൊളാബറേഷൻ ഉണ്ടാക്കിയാൽ എന്ത് നന്നായിരിക്കുന്നേ ഓർത്തത്. മോഹം കൊണ്ട പെണ്ണ് അടങ്ങിയിരിക്കുമോ? ടൗണിൽ വെച്ച് പുള്ളിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്പർ വാങ്ങിച്ചു. ഇതുവരെ അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നീട് ഞാൻ ഇടയ്ക്ക് വിളിക്കും. പുള്ളി എന്നോട് ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്, അവൾക്ക് എന്തെങ്കിലും സംശയമാകുമെന്ന്. ഞാൻ പറഞ്ഞു അവൾ അറിയരുത് എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണെന്ന്. പുള്ളി ആദ്യം എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞു ഇല്ല, എന്നെ അവോയ്ഡ് ചെയ്യരുത്, ഞാൻ വീഡിയോ കാണാറുണ്ട്, എനിക്ക് ഇനിയും മോഹം കൊണ്ട് നടക്കാൻ പറ്റില്ല, ഒരേ ഒരു വട്ടം അത്രമാത്രം മതിയെന്ന്. അയാൾ സ്വന്തം ഭാര്യയോട് തെറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തെറ്റല്ല, അവളുടെ കൂട്ടുകാരിയാണ് ഞാൻ, ഒരു പ്രശ്നവുമില്ല, അതിന് തക്ക എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഒരുക്കാം
കേൾക്കാം, പ്ലീസ് പ്ലീസ് എന്ന് ഞാൻ കാല് പിടിച്ചു മാഡം. കാര്യം കാല് പിടിക്കാൻ മാത്രം എൻ്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു പോയിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ഞാൻ വലയിലാക്കുകയായിരുന്നു. അവളേക്കാൾ കൂടുതൽ വാഗ്ധോരണികൾ ഞാൻ പുറത്തെടുത്തു. അവളുടെ അതേ സംസാര ശൈലി ഞാനും അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്തു. പെട്ടെന്നായിരുന്നു എൻ്റെ മാറ്റം. കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയില്ലേ, അതേ അവസ്ഥയിലായി. പുള്ളി അവസാനം പറഞ്ഞു, ഒരേ ഒരു വട്ടം മാത്രമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, പക്ഷേ ആ ഒരു വട്ടം ഞാനെല്ലാം മാറ്റി വരയ്ക്കും, വട്ടം ഞാനൊന്ന് വരപ്പിക്കും എന്ന് വിചാരിച്ച് എൻ്റെ വീട്ടിൽ തന്നെ അവളറിയാതെ ഒരവസരമുണ്ടാക്കി. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവൾ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതും അവൾ പറഞ്ഞതും കാണിച്ചതും പിന്നീട് ഞാൻ കണ്ട വീഡിയോകളും എല്ലാം എൻ്റെ മനസ്സിലുണ്ടല്ലോ, അതെല്ലാം കൂടെ ഇട്ട് അദ്ദേഹത്തോട് ഇഷ്ടങ്ങളൊക്കെ ചോദിച്ച് തുറന്നു പറഞ്ഞിട്ടാണ് തിരക്കൂത്താടാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ പുള്ളി വളരെ എന്നെ കൗതുകപൂർവ്വം നിരീക്ഷിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നിക്കാണും ഞാൻ അർഹിക്കുന്നുണ്ട് പലതുമെന്ന്. അർഹിക്കുന്നതെല്ലാം എനിക്ക് വേണ്ടി നീതിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഞാനാണെങ്കിൽ സ്വന്തമാക്കിയെടുക്കാൻ വളരെ വളരെ നിർബന്ധമുള്ളവളും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പെണ്ണുങ്ങൾ അലറുന്നത് പോലെ അലറാൻ എനിക്കൊരു ഭാഗ്യം അന്നാണ് ലഭിച്ചത്. അങ്ങനെ എൻ്റെ ജീവിതം സാർത്ഥകമായി. വെറും പുഴയല്ല, അവിടെ ഒഴുകിയത് സ്നേഹത്തിൻ്റെ പുഴയായിരുന്നു. ഉരുൾപൊട്ടലുണ്ടായതുപോലെ ആദ്യത്തെ ആ ഒരവസരം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം രണ്ടാമതെനിക്കൊരു അവസരം തരുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു ഇനിയും നമ്മളുടെ ബന്ധം തുടരണമെന്ന്. അതെനിക്ക് ഒരു വല്ലാത്ത അനുഗ്രഹമായിരുന്നു. ലോട്ടറി അടിച്ച പോലെ ഞാനത് തുടർന്നു. പല അവസരങ്ങളും പല റിസ്ക്കും എടുത്ത് അവളറിയാതെ, എൻ്റെ ഭർത്താവ് അറിയാതെ ചാടിപ്പോയി മാഡം. അത് പിന്നീട് പെട്ടെന്ന് തന്നെ അഗാധമായ പ്രണയത്തിൽ കലാശിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് യഥാർത്ഥ സ്ത്രീത്വം എന്നിലാണ് കണ്ടെത്തിയത്. അവൾ അങ്ങനെയല്ല. പണ്ട് ഒത്തിരി ഒത്തിരി എക്സ്പീരിയൻസ് കൊണ്ട് വിശാലമായി പോയ ഒരകത്തളത്തിനുടമയാണ് അവൾ. അവളോട് താല്പര്യം നഷ്ടപ്പെട്ടു. നമുക്കൊന്നിച്ച് ഈ വിവാഹബന്ധമെല്ലാം ഉപേക്ഷിച്ച് ഒന്നിച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കാം, നമുക്ക് പിന്നീട് വിവാഹം കഴിക്കാം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഒരു സുന്ദരനെയും കരുത്തുള്ളവനെയും മറ്റു പല ഗുണവിശേഷങ്ങളുള്ളവനെയും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ ഓഫർ സ്വീകരിക്കാൻ എൻ്റെ മനസ്സ് വെമ്പുകയാണ്. പക്ഷേ അത് ഭർത്താവിനോടും എൻ്റെ കൂട്ടുകാരോടും ചെയ്യുന്ന ഒരു ദ്രോഹമല്ലേ എന്നൊക്കെയുണ്ട്. പക്ഷേ അങ്ങേർ പറയുന്നത് എൻ്റെ കൂട്ടുകാരി ചുമ്മാ വെറുതെ ഇങ്ങനെ നടക്കുകയായിരുന്നു, അവളെ ഒന്ന് ഉപേക്ഷിച്ചു പോയാൽ ഒരു കുഴപ്പമില്ലെന്നാണ്. മാഡം, ഞാൻ എന്ത് തീരുമാനം എടുക്കാം? മാഡത്തിൻ്റെ ഒരു അഭിപ്രായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നമുക്കിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഒളിച്ചോടിപ്പോയി ദൂരെ എവിടെയെങ്കിലും താമസിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണെന്ന് വിചാരിച്ച് ഒളിച്ചോടിപ്പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവിടെ തൊട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തുടങ്ങും. കാര്യം ദൂരെ ഒന്ന് കാണുമ്പോഴോ വല്ലപ്പോഴും ഒന്ന് കണ്ടുമുട്ടുന്നതോ 2 മണിക്കൂറിൻ്റെ ബന്ധമോ അല്ല യഥാർത്ഥ ജീവിതം. ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും എല്ലാ സമയത്തും ഈഫൽ ടവറിൻ്റെ മണ്ട കയറിയിരിക്കാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കാര്യം ജീവിതത്തിൽ പല റെസ്പോൺസിബിലിറ്റികളും വരും, സമൂഹത്തിൽ നേരിടേണ്ടി വരും, പല സ്ട്രഗിളുകളും ഉണ്ടാകും. ആ സമയത്ത് ഈ സ്നേഹമോ ആവേശമൊന്നും വർക്കൗട്ടായില്ലെന്ന് വരും. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറഞ്ഞ് പോയ പലരും ഒരാവേശം കഴിയുമ്പോൾ തണുത്ത് ഇങ്ങി വരും. പിന്നെ സമൂഹം, വീട്ടുകാരെ, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇതിനാണ് റിസ്ക്. പലപ്പോഴും 2 മണിക്കൂർ കാണും, അതൊക്കെ പോരെ. ഇതിലും കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല വഞ്ചന, ചതി, ഇതൊക്കെ എന്തിനാണ് വെറുതെ ജീവിതത്തിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ബന്ധം തന്നെ തെറ്റാണ്. ഇപ്പോൾ അതിന് വലിയ കോളൊക്കെ സൃഷ്ടിച്ചിട്ട് എന്ത് കാര്യം നേടാനാണ്? അപ്പോൾ അത് നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാനതിനെ ഒട്ടും അനുകൂലിക്കുന്നില്ല. ഇങ്ങനൊരു ബന്ധം ശരിയല്ല. എങ്കിൽ കൂടി രഹസ്യമായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഓക്കെ, ആർക്കും പ്രശ്നമില്ല. ഭർത്താവിനെ ദ്രോഹിക്കുന്നില്ലെന്നല്ല, അയാൾക്ക് അറിയാത്തതുകൊണ്ട് പ്രശ്നമില്ല. അതേപോലെ കൂട്ടുകാരിക്ക് അറിയില്ല. അങ്ങനെ രഹസ്യമായിട്ട് സീക്രട്ടായിട്ടും കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും എന്തെങ്കിലും ഒരു കാര്യം പറയാം. ഇത് അങ്ങനെയല്ല ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു ദുഷ്ടത്തരമാണ്. അതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല.